പേജ് നമ്പർ 117 117 അതിലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫുട്ട് 2 meters away from the wall and the angle with the floor 40 degree. How high is the top end of the ladder from the ground? മതിലിന്മേൽ ഒരു ഏണി ചാരി വച്ചിരിക്കുന്നു. ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. ഏണിയും തറയുമായുള്ള കോൺ 40 ഡിഗ്രിയും ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? അപ്പോൾ അതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പേജ് നമ്പർ 117 അതിലെ രണ്ടാമത്തെ ചോദ്യം. മതിലിന്മേൽ ഒരു ഏണി ചാരി വച്ചിരിക്കുന്നു. ഇതാണ് മതിൽ എന്ന് വിചാരിക്കുക. അതിന്മേലൊരു ഏണി ഇങ്ങനെ ചാരി വച്ചിരിക്കുകയാണ്. ഇതാണ് ഏണി. ഇതാണ് ഫ്ലോറ്, തറ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് തറയാണ്, ഗ്രൗണ്ടാണത്. ഓക്കെ, ഇനി ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. ഏണിയുടെ ചുവട് പറയുന്നത് ഇതാണ്. അത് ഈ മതിലിൽ നിന്ന് 2 മീറ്റർ അകലെയാണ്. ഇത് 2 മീറ്ററാണ്. പിന്നെ ഏണിയും തറയുമായുണ്ടാക്കുന്ന കോൺ 40 ഡിഗ്രിയാണ്. എങ്കിൽ ഏണിയുടെ മുകളറ്റം പറയുന്നത് ഇതാ. തറയിൽ നിന്നുള്ള അകലം, ഈ ഉയരം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? തറ പറയുന്നത് ഇതാണ്. ഇതിൽ നിന്ന് ഏണിയുടെ മുകളറ്റം എത്ര ഉയരത്തിൽ? ഇതാണ് കാണേണ്ടത് നമുക്ക്. ഇതാണ് കാണേണ്ടത് കേട്ടോ. അപ്പോൾ ABC എന്ന് എഴുതിയാൽ നമുക്ക് കാണേണ്ടത് AC ആണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതാണ് കാണേണ്ടത്, ഇതാണ് അറിയുന്നത്. ഇതിൻ്റെ എതിർവശമാണിത്. ഇത് ഓപ്പൺ അഡ്ജസൻ്റ് ആണ്, സമീപവശമാണ്. അപ്പോൾ എതിർവശം സമീപവശം വരുന്നത് ടാൻ ആണ്. ഇപ്പോൾ ടാൻ 40 കാണുക. ടാൻ 40 കാണുമ്പം എതിർവശം, ഓക്കെ, എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ടാൻ 40യുടെ വാല്യൂ 0.83 ആണ്. എതിർവശം പറയുമ്പോൾ 40യുടെ എതിർവശം AC ആണ്. AC ബൈ സമീപവശം എന്ന് പറയുമ്പം ഇതാണ് AB. ഇത് 2 ആണ്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × AC സമം 2 × 0.83. ഇനി ഇത് രണ്ടും ഗുണിച്ചാൽ മതി. 83 എത്രയാ? 166. അപ്പോൾ ഇവിടെ പോയിൻ്റ് വരിക. പോയിൻ്റ് ആയിട്ട് ഇവിടെ 2 നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ വരും 1.66 മീറ്റർ ആണ് AC. AC അറിയണത് ഏണിയുടെ മുകളറ്റത്തിൽ നിന്ന് തറയിലേക്കുള്ള ഉയരമാണ്. എത്ര? 1.66 എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്ന് ചതുരങ്ങൾ വികർണത്തിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി ചിത്രത്തിൽ കാണുന്നത് പോലെ ചേർത്ത് വെച്ച് ഒരു സമപഞ്ചഭുജം ഉണ്ടാക്കണം. സമപഞ്ചഭുജത്തിൻ്റെ വശങ്ങളെല്ലാം 30 സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എന്തായിരിക്കും എന്നുള്ളതാണ്. 3 rectangles are to be cut along the diagonals and the triangles got rearranged to form a regular pentagon as shown in the picture. If the sides of the pentagon are to be 30 centimeters, what should be the length and breadth of the rectangles? അതാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നത്
അപ്പോൾ ഇത് പേജ് 170 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത്. അതിൽ 3 ചതുരങ്ങൾ തന്നിട്ടുണ്ട്. 3 ചതുരങ്ങൾ. ആ 3 ചതുരങ്ങളിൽ ഒന്ന് കുറച്ച് വലുപ്പം കൂടിയ ചതുരാണ്. ഓക്കെ, 2 ചെറിയ ചതുരങ്ങളും. ഈ 2 ചതുരങ്ങൾ ഒരേ വലുപ്പമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ വികരണങ്ങളിലൂടെ ഡയഗണലിലൂടെ മുറിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ മുറിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് ചേർത്ത് വെച്ചിട്ട് ഒരു സമപഞ്ചഭുജം റെഗുലർ ഹെക്സഗണാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, റെഗുലർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. തന്നിരിക്കുന്ന ചിത്രമാണിത്. ഓക്കെ, അപ്പോൾ ഈ 2 കഷ്ണങ്ങൾ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് രണ്ടുമാണ്. നമ്മൾ വരച്ചപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കുക, ഈ 2 പീസുകളാണ് ഈ 2 പീസും. ബാക്കി ഈ 4 പീസുകളും ഒരേ വലുപ്പമാണ്. നമ്മൾ വരച്ചപ്പോൾ ചില മാറ്റങ്ങളുണ്ട്, പ്രശ്നം കണ്ട, ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ 4 പീസുകൾ ഒരേ വലുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ടിക്ക് ചെയ്ത ഈ 2 എണ്ണമാണ്, ഇതാണ് ഈ പീസ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഈ കോണ് 90 തന്നെയായിരുന്നു, കാരണം ഇവിടെ 90 ആണ്. പിന്നെ ഒരു ട്രയാങ്കിള്, ഇപ്പം ഈ ടിക്ക് ചെയ്താണ് ഇത് എന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 90 ആയിരിക്കും, കാരണം ഇവിടെ 90 ആണ്. നമുക്കറിയാം, ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ ഒരു ആംഗിള് 108 ആണ്. 108. റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ 120 ഉണ്ടാവും. അപ്പോൾ ഒരു സമപഞ്ചഭുജത്തിൻ്റെ ഒരു കോണ് 108 ആണ്. അത് 108 ആയതുകൊണ്ട് ഈ ഒരു കോണ് 54 ആയിരിക്കും. ഇത് 54 ആണെങ്കിൽ ഇത് 36 ആയിരിക്കും. കാരണം 36 54 90, 90 90 180. അപ്പം അതേ രൂപത്തിൽ ഇതും 36 തന്നെയായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടലും 36 തന്നെയായിരിക്കും. കാരണം 36 36 72 76 36 108. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് 36 ഉണ്ടെങ്കിൽ ഇത് മാത്രം 18 ആയിരിക്കും. അപ്പം ഈ കോണ് 18 ആണ്. ഓക്കെ, AB CDE. ഇത് നമുക്കറിയാം, ഈ റെഗുലർ ഹെക്സഗൺ സമപഞ്ചഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 30 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ 30 ആയിരിക്കും. ഇവിടെ തൊട്ട് ഇതുവരെ 30 ആയിരിക്കും. അപ്പോൾ ഇത് 15 ആയിരിക്കും. ഇത് 15. 30 ടോട്ടൽ നീളമുള്ളതുകൊണ്ട് ഇത് 15. അപ്പോൾ നമ്മൾ ഈ ഒരു ടിക്ക് ചെയ്ത ഈ 2 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഇത് 15 ആണെങ്കിൽ ഇതും 15 ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെത് 15 എന്ന് കിട്ടി. 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ ചതുരത്തിൻ്റെ വീതി കിട്ടി 15 സെൻറ്റിമീറ്റർ ആണ്.
ഇനി ഇത് 18 ആണെങ്കിൽ ഈ കോണ് എത്രയായിരിക്കും? എത്രയായിരിക്കും? 62. ശരിയാ? 62ഉം 8ഉം 70 80 ആവുള്ളൂ. അപ്പോൾ 72. ഇനി ഞാൻ ടാൻ 72 കാണാൻ പോകുന്നത്. ടാൻ 72. ഇപ്പം ഈ ഒരു ചതുരത്തിൻ്റെ വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നീളം എന്ന് പറയുന്നത് ഇതാണ്, ഈ ബി സി. അപ്പം ബി സി ആണ് കിട്ടേണ്ടത്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എതിർവശമായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ടാണ് 72 ഇവിടെ കണ്ടെത്തി. 72ൻ്റെ എതിർവശം അത്. അതുകൊണ്ടാണ് ടാൻ 72 കാണുന്നത്. അപ്പോൾ എതിർവശം എന്ന് പറയുന്നത് ഏതാ? ടാൻ കാണുന്നത് എതിർവശം ബൈ സമീപവശം. ഇനി ടാൻ 72ൻ്റെ വില നമ്മൾ നോക്കണം. എത്ര ടാൻ 72? ടാൻ 72 കണ്ടാൽ 3.07 3.07 ആണ്. ഇവിടെ 0 ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്തു കേട്ടോ. സമം 72ൻ്റെ എതിർവശം പറയണത് ബി സി ആണ് ബൈ സമീപവശം. 72ൻ്റെ എതിർവശമാണിത്. അപ്പോൾ ഇതാണ് സമീപവശം. ഈ എ സി ആണ് കാരണം. 90ൻ്റെ എതിർവശം എ സി ആണ് കാരണം. അപ്പോൾ 15 ആണ്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ബി സി സമം 15 ഇൻറ്റു 3.0. ഓക്കെ, അത് രണ്ടെണ്ണം ഗുണിച്ച് നോക്കുക. 307നെ 15 കൊണ്ട് ഗുണിച്ചാൽ മതി. 35 3 15. ഓക്കെ, ദെൻ 307 5 10 6. ഓക്കെ, 46.05 ആയിരിക്കും വരിക. ഏത്? ബി സി. ബി സി എന്ന് പറയുന്നത് ഈ ചതുരത്തിൻ്റെ നീളമാണ്. അതുകൊണ്ട് ഇത് 46.05 ആണ്. ഇപ്പം ഈ ചതുരത്തിൻ്റെ നീളം വീതി കിട്ടി. ഇനി ഇതേപോലെ ഇതിൻ്റെ കണ്ടെത്തണം. ഇതിൻ്റെ കണ്ടെത്തുമ്പം 1ൻ്റെ മതി, കാരണം 2 ഒരേ വലുപ്പമാണ്. അപ്പോൾ 1ൻ്റെ മതി. അപ്പം ഞാൻ ഇതന്നെയാണ് ഈ ഒരു ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഡി ഇ കണ്ടെത്തിയാൽ ഇതിൻ്റെ വീതി കിട്ടി. ഇപ്പോൾ ഡി കാണാം. ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി അല്ലേ കാണുന്നത്? ഡി അറിയണത് 36ൻ്റെ എതിർവശമല്ലേ? അപ്പോൾ ടാൻ 36 കാണാം. ടാൻ 36 സമം എതിർവശം ബൈ സമീപവശം. ഇനി ടാൻ 36ൻ്റെ വില നമ്മൾ നോക്കണം. ടാൻ 36 എത്രയാണെന്നുള്ളത്. ടാൻ 36 0.72 സമം 36ൻ്റെ എതിർവശം ഡി ഇ ആണ് ബൈ ഇവിടെ സമീപവശം നമുക്ക് അറിയില്ല. അതുകൊണ്ട് ടാൻ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഇവിടെ. കാരണം ഇവിടെ ഇത് 30 അറിയാം. 90ൻ്റെ എതിർവശം കർണ്ണാണ്. അതുകൊണ്ട് ടാൻ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ നോക്കൂ, കർണ്ണാണ് അറിയാം കേട്ടോ. അതുകൊണ്ട് ഇതാണല്ലോ കാണുന്നത്. അതുകൊണ്ട്
ഈ ടാനിന് പകരം സൈൻ എടുക്കാം. സൈൻ 36. അപ്പൊ എതിർവശം ബൈ കർണം എന്നാവും ഇവിടെ. അപ്പൊ സൈൻ 36ന്റെ വില 0.58 ആണ്. അപ്പൊ എതിർവശം ഡി തന്നെയാണ്. ബൈ കർണം 30 സമം ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 × d d 30 × 0.58. ഇനി അത് രണ്ടും ഗുണിച്ചാൽ മതി. 58നെ 3 കൊണ്ട് ഗുണിക്കുക. 3 24 ഇഷ്ടം 2. 13 15 17. 3 24 ഇഷ്ടം 2. അപ്പോൾ ഇങ്ങനെ കിട്ടും. പോയിന്റ് ഇവിടെയും വരും കേട്ടോ. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും ഡി അറിയണത്. ഡി അറിയണത് ഈ ചതുരത്തിൻ്റെ വീതിയാണ്. അപ്പോൾ ഇത് 17.4 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ നീളം കിട്ടാൻ ഇതാണ് കാണേണ്ടത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. എന്ത്? സൈന്. കാരണം ഇതാണല്ലോ കാണേണ്ടത് ഈസി. അപ്പം ഈസി കാണാൻ ഈസി പറഞ്ഞാൽ 54ൻ്റെ എതിർവശമാണ്. അതുകൊണ്ട് സൈൻ 54 അവിടെ കാണുന്നത്. അപ്പോൾ സൈൻ 54 കാണാൻ നമുക്ക്. സൈൻ 54. ഇപ്പം എതിർവശം ബൈ കർണാണ്. സൈൻ 54ൻ്റെ വില സൈൻ 54 0.8 ആണ്. സമം 54ൻ്റെ എതിർവശം എന്ന് പറയുന്നത് ഈസി ആണ്, അല്ലെങ്കിൽ സി. ഡിവൈഡ് ബൈ കർണം പറയണത് 30. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സി സമം 30 × 0.8. അപ്പോൾ എത്ര കിട്ടുക? 24 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 24 ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയതിൻ്റെ വീതി ഇത് നീളം, ഇത് വീതി, ഇത് നീളം കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ മൂന്നാമത്തെ ചോദ്യം ചെയ്യുന്നത്. ഇനി നാലാമത്തെ ചോദ്യം. ഇൻ ദി പിക്ചർ ദ വെർട്ടിക്കൽ ലൈൻസ് ആർ ഈക്വലി സ്പൈസ്ഡ്. പ്രൂവ് ദാറ്റ് ദെയർ ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ചിത്രത്തിലെ കുത്തനെയുള്ള വരകൾ ഒരേ അകലം ഇടവിട്ടാണ് വരച്ചിരിക്കുന്നത്. അവയുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കുക. പൊതുവ്യത്യാസം എത്രയാണ്? അപ്പോൾ നാലാമത്തെ ചോദ്യമാണ്. അപ്പം ഇങ്ങനൊരു ചിത്രം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻസ്, കുത്തനെയുള്ള വരകൾ എന്ത് ചെയ്യാണ്? ഒരേ ഈക്വൽ സ്പേസിലാണ്, ഒരേ അകലാണ് ഉള്ളത്. അപ്പോൾ ഇത് വൈ നിർത്തതൊക്കെ വൈ ആയിരിക്കും അകലം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓരോന്നും വൈ ആയിരിക്കും അകലം. ഓക്കെ, 4 വരകളാണുള്ളത്. അപ്പം ഈ അകലം നമുക്കറിയില്ല. ഇത് എക്സ് എടുക്കുക. ഈ കോണ് തന്നിട്ടുണ്ട്, ഇത് 40 ആണ്. നമുക്ക് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. അവിടെ ചോദ്യം ഈ ഒരു അകലങ്ങളുടെ, ഈ കുത്തനെയുള്ള വരകളുടെ ഉയരം. ഓക്കെ, ഇതിൻ്റെ ഉയരം സമാന്തര ശ്രേണിയിലാണ്, അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉയരം നമ്മൾ കാണണം. അതിന് വേണ്ടിയിട്ട് tan 40 ഞാൻ കാണാണ്.
ടാൻ 40 കാണുമ്പം എതിർവശം ബൈ കർണം അല്ലേ? എതിർവശം പറയുമ്പം ബി സി അല്ലേ? ഓക്കെ, എഴുതവിടെ എതിർവശം ബൈ സമീപവശം. അതായത് ടാൻ 40 ഈക്വൽ ടു എതിർവശം പറയുമ്പോൾ ബി സി, 40ൻ്റെ എതിർവശം ബി സി. ഇപ്പോൾ നമ്മൾ ഇത് ഈ ട്രയാങ്കിളാണ് നോക്കണം കേട്ടോ. ബി സി ബൈ സമീപവശം പറയുന്നത് ഈ എക്സ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു ബി സി പറയുന്നത് ബി സി ആണ്. ബി സി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു ടാൻ 40, അതായത് എക്സ് ടാൻ 40. അല്ലാതെ ടാൻ 40 എക്സ് അല്ല, എക്സ് ടാൻ 40 ആണ്. അപ്പോൾ ബി സി നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഉയരം നമുക്ക് കിട്ടണ്ടെങ്കിൽ അത് സമാന്തര ശ്രേണിയിലാണെന്ന് മനസ്സിലാവുള്ളൂ. ഇനി വീണ്ടും ടാൻ 40 ഈക്വൽ ടു എതിർവശം ബൈ സമീപവശമാണല്ലോ. ഇനി ഞാൻ എതിർവശമായിട്ട് എടുക്കുന്നത് ഇതിൻ്റെയാണ്, ഇതെടുക്കണത് ഡി ഇ ഡിവൈഡ് ബൈ ഇത് എതിർവശമായിട്ട് എടുത്താൽ പിന്നെ സമീപവശം ഇവിടെ തൊട്ട് ഇതുവരെ വേണം, അതായത് ഈ എക്സും വേണം വൈ വേണം. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ എന്നാണ് എഴുതുക. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു ഡി ഡി, ഇത് രണ്ടും ഗുണിച്ചാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആദ്യം എഴുതുക, പിന്നെ ടാൻ 40. ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ എക്സ് ഇൻറ്റു ടാൻ 40, എക്സ് ടാൻ 40 പ്ലസ് വൈ ഇൻറ്റു ടാൻ 40. ഈ എക്സ് ടാൻ 40യും വൈ ടാൻ 40 എഴുതി. ഇപ്പോൾ ഡി ഇയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം കൂടി കാണാനുണ്ട്. ഒന്ന് എഫ് ജി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ടാൻ 40 ഈക്വൽ ടു, ഇനി ഞാൻ എതിർവശമായിട്ട് എടുക്കുന്നത് ഇപ്പം ഡി എടുത്തല്ലോ, ഇനി ഈ എഫ് ജി എടുക്കുക ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എഫ് ജി ബൈ എഫ് ജി എടുത്താൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഇവിടെ തൊട്ട് ഇതുവരെ ഉണ്ടാവും. അപ്പോൾ എക്സും ഉണ്ട്, പിന്നെ 2 വൈ ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 2 വൈ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ബൈ 1 ഇൻറ്റു എഫ് ജി ഈക്വൽ ടു ഈ എക്സ് പ്ലസ് 2 വൈ ആദ്യം എഴുതുക ഇൻറ്റു ടാൻ 40. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു ടാൻ 40 പ്ലസ് 2y ഇൻറ്റു ടാൻ 40. ഈ എക്സ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 2y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് ഈ എഫ് ജി കിട്ടി. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക, നമുക്ക് ഒന്നും കൂടി കാണാണ്ട് ടാൻ 40 ഈക്വൽ ടു എതിർവശം ഞാൻ എടുക്കണ എച്ച് ഐ എടുക്കുക, എച്ച് ഐ. അപ്പോൾ സമീപവശം എന്താ വരിക, എച്ച് ഐ എതിർവശം എടുത്താൽ ഇവിടെ തൊട്ട് ഇതുവരെ എടുക്കണം. അപ്പോൾ ഈ എക്സും പിന്നെ 3 വൈ വരും, എക്സ് പ്ലസ് 3 വൈ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു എച്ച് ഐ. ഇനി ഇത് രണ്ടും ഗുണിച്ചാൽ മതി, എക്സ് പ്ലസ് 3 വൈ ഇൻറ്റു ടാൻ 40. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ടാൻ 40 പ്ലസ് 3y ടാൻ 40. അപ്പോൾ 4 ഹൈറ്റ് നമുക്ക് കിട്ടി. ഈ ഹൈറ്റുകൾ സമാന്തര ശ്രേണിയിലാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നാല് ഹൈറ്റുകളും സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യത്തത് ഏതാ, എക്സ് ടാൻ 40 അല്ലേ. ഈ എക്സ് ടാൻ 40നെ ഞാൻ
എഫ് എന്ന് കൊടുക്കണം. ഓക്കെ. അതേപോലെ ഈ y tan 40ക്ക് ഡി എന്നും കൊടുക്കണം. അപ്പോൾ നമ്മളെ ഹൈറ്റുകൾ ഇതാണ്. ഒന്ന് ബി സി, പിന്നെ ഏതായിരുന്നു ഡി ഇ, ഒന്ന് ബി സി, ഒന്ന് ഡി ഇ, ഒന്ന് എഫ് ജി, പിന്നെ ഒന്നേതാ എച്ച് ഐ. അപ്പം ബി സി ഞാൻ എഫ് നേടി. ഓക്കെ. അപ്പം എക്സ് ടാൻ 40 എവിടെയാണോ അതൊക്കെ എഫ് എഴുതണം. അപ്പം ഇത് എഫ് ആണ്. ഓക്കെ, ഇതും എഫ് ആണ്. വൈ ടാൻ 40 ഡി ആയതുകൊണ്ട് ഈ ഭാഗം ഡി ആണ്. ഓക്കെ, അതുകൊണ്ട് ഡി എഴുതുമ്പം ഇത് എഫ് പ്ലസ് ഇത് ഡിയും. അപ്പം എഫ് പ്ലസ് ഡി എന്ന് എഴുതാം. ഇനി എഫ് ജിയോ, എഫ് ജി ഇതല്ലേ, ഇത് എഫ്, അപ്പം എഫ് എഴുതി പ്ലസ് വൈ ടാൻ 40 ഡി ആ, അപ്പം 2 ഡി എന്ന് വരും. 2 ഡി ഈക്വൽ ടു, അതേപോലെ എച്ച് എഴുതുമ്പം ഇത് എഫ് ആണ്, ഇത് എക്സ് ടാൻ 40 എഫ് ആണ്, പ്ലസ് ഈ 3 എഴുതി. 3 കഴിഞ്ഞിട്ട് വൈ ടാൻ 40 ഡി ആണ്. അപ്പം നോക്കൂ, ഇതൊരു സമാന്തര ശ്രേണി രൂപത്തിലല്ലേ. ഇതാണ് ഫസ്റ്റ് ആദ്യ പദം. അതിൻ്റെ കൂടെ ഡി കൂട്ടി, വീണ്ടും ഡി കൂട്ടി, വീണ്ടും ഡി കൂട്ടി. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതുകൊണ്ട് ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട്, എന്താ, എത്രയാണ് പൊതുവ്യത്യാസം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എത്ര പൊതുവ്യത്യാസം? ഡി ഏതാ നമ്മൾ എടുത്ത്? ഡി ഏതാ എടുത്ത്? വൈ ടാൻ 40. അതുകൊണ്ട് ഡി സമം വൈ ടാൻ 40 ആണ്. ഓക്കെ, ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അഞ്ചാമത്തെ ചോദ്യം. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 6 centimeters and the angles at its ends are 40 degree and 65 degree. Calculate its area. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 6 സെൻറ്റിമീറ്ററും അതിലെ 2 കോണുകൾ 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രിയുമാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൽ ഒരു ത്രികോണം, അതിൻ്റെ ഒരു വശം 6 സെൻറ്റിമീറ്ററാണ്. ഇതിങ്ങനെ ഒരു വശം 6 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, പിന്നെയോ ആ ലൈനിൻ്റെ ആ വശത്തിൻ്റെ എൻഡിലുള്ള കോണുകൾ ഏതൊക്കെയാണ്? ഈ ഒരു വശം തന്നിരിക്കുന്ന വശത്തിൻ്റെ എൻഡിലുള്ള കോണുകൾ ഏതൊക്കെയാണ്? 40 ഡിഗ്രിയും 65 ഡിഗ്രിയും. 40 ഡിഗ്രിയും 65 ഡിഗ്രിയും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഇതിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉയരം കിട്ടിയാൽ മതി. കാരണം ബി ഉണ്ട്. അപ്പോൾ ഈ ഉയരത്തെ നമുക്ക് ഇത് 90 ആവുന്ന രൂപത്തിലാണ് ഇത് എച്ച് എന്ന് കൊടുക്കുക. ഇത് ഉയരം വരച്ചു കഴിഞ്ഞാൽ ഇത് 3 ആണെന്ന് വിചാരിക്കരുത്. ഇത് 3 ആവണമെങ്കിൽ ഈ 2 കോണുകളും തുല്യമാവണം. അല്ല, അതായത് ഈ 2 വശങ്ങളും തുല്യമായിരിക്കും. എങ്കിലേ ഇത് 3 ആവുള്ളൂ, ഇത് 3 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അറിയില്ല നമുക്ക്. അതുകൊണ്ട് ഇതിനെ ഈ എക്സ് എന്ന് എടുക്കാം, ഈ ഒരു നീളത്തെ. അപ്പോൾ ഇത് എത്രയായിരിക്കും? 6 എക്സ് കുറച്ചാൽ മതി. ഓക്കെ, ഇനി ഞാൻ ടാൻ 40 ഇതാണ്. ടാൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് പറയുന്നത് എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് പറയുന്നത് എക്സും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു എച്ച് എക്സ് ടാൻ 40 എന്ന് കിട്ടും. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഞാൻ ടാൻ 65 കാണണം. 65ൻ്റെ ഓപ്പോസിറ്റ് എച്ച്.
ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് പറഞ്ഞാൽ 6 മൈനസ് എക്സ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു എച്ച് എച്ച്. ഇനി ഇത് രണ്ടും ഗുണിച്ചാൽ ഇത് ആദ്യം എഴുതണം. 6 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 65. ഓക്കെ, അങ്ങനെ എഴുതി. ഇനി വേണമെങ്കിൽ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. 6 ഇൻറ്റു ടാൻ 65, പിന്നെ മൈനസ് എക്സ് ഇൻറ്റു ഇത് മൈനസ് എക്സ് ഇൻറ്റു ടാൻ 65. 6 കൊണ്ട് ഇതിനെ ഗുണിച്ചു, മൈനസ് എക്സ് കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കിട്ടി. ഇത് 2h അല്ലേ? 2h ആവുമ്പോൾ ആ 2 കാര്യം, ഇപ്പം ഞാൻ ബോക്സിലിട്ട് 2 കാര്യം h ആണ്. അതുകൊണ്ട് അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് എക്സ് ടാൻ 40 എന്ന് പറയുന്നതും 6 ടാൻ 65 മൈനസ് എക്സ് ടാൻ 65 ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം 2h തന്നെയാണ്. ഓക്കെ, ഈ ടേമിനെ ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഇവിടെ എക്സ് ടാൻ 40 എന്നുണ്ട്. അതും കൂടി ഇങ്ങോട്ട് മാറിയാൽ ഈ മൈനസ് ഇങ്ങോട്ട് മാറിയാൽ പ്ലസ് ആകും. പ്ലസ് എക്സ് ടാൻ 65, പിന്നെ ഇവിടെ ഉള്ളത് 6 ടാൻ 65. ഇനി ഇവിടെ ഈ എക്സ് നമുക്ക് ഔട്ട്സൈഡ് എഴുതാം. ഈ എക്സ് ഔട്ട്സൈഡ് എഴുതിയാൽ ബ്രാക്കറ്റിൽ ടാൻ 40 പ്ലസ് ടാൻ 65 എന്ന് വരും. ഈ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാൻ 40 പ്ലസ് ഇവിടെ ടാൻ 65 ഉണ്ട്, ഈക്വൽ ടു 6 ടാൻ 65. അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? എക്സ് കിട്ടാൻ ഈ സംഗതിയെ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ 6 ടാൻ 65 ഡിവൈഡഡ് ബൈ, ഇത് ഇൻറ്റു അല്ലേ? ഇൻറ്റു ആകുമ്പോൾ അതിനെ ഇങ്ങോട്ട് മാറ്റിയാൽ ബൈ ആവും. ടാൻ 40 പ്ലസ് ടാൻ 65. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എച്ച് ആയിരുന്നു. ഇപ്പം ഏരിയ പരപ്പളവ് കാണാൻ എച്ചാ വേണ്ടി, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എക്സാ. ഓക്കെ, അത് മതി നമുക്ക് കണ്ടെത്താൻ. അപ്പോൾ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ് കിട്ടിയിട്ട് നമുക്കറിയാം എച്ച് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ എച്ച് എഴുതി വെച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇത് എഴുതുക. എന്ത്? 6 ടാൻ 65 ഡിവൈഡഡ് ബൈ ടാൻ 40 പ്ലസ് ടാൻ 65. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് ഇത് എഴുതി. ഇനി എന്തുണ്ട്? ഒരു ഇൻറ്റു എന്തും കൂടി ഉണ്ട്, ടാൻ 40 കൂടി എഴുതാണ്ട്. ഓക്കെ, അപ്പം ടാൻ 40യും എഴുതി. ഇനി എന്ത് ചെയ്യുക? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഞാനൊരു ഫോർമുലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എക്സാമിന് ഒരു ഫോർമുല വെച്ച് ചെയ്താലും മതി. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ കിട്ടിയത്? ഈക്വൽ ടു ആദ്യം ഞാൻ 6 എഴുതി. ഈ 6 ഇത് ഇൻറ്റു ആകുമ്പോൾ നേരെ ചെയ്യുക, ക്രോസ് ആയിട്ടൊന്നുമല്ല. അപ്പോൾ ഈ ടാൻ 40 അടുത്ത് എഴുതി, പിന്നെ ഈ ടാൻ 65 താഴെ എന്താ ഉള്ളത്? ടാൻ 40 പ്ലസ് ടാൻ 65. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എഴുതിയ കാര്യം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സ്റ്റെപ്പ് എഴുതാവുന്നതാണ്, എച്ച് കണ്ടെത്താൻ. അതെങ്ങനെയാണ്? തന്നിരിക്കുന്ന സൈഡ് 6 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു, പിന്നെ തന്നിരിക്കുന്ന ആംഗിൾസ് 40 65 അപ്പോൾ 6 ആദ്യം എഴുതുക മുകളിൽ, എന്നിട്ട് ടാൻ 40 ഇൻറ്റു ടാൻ 65 ഡിവൈഡഡ് ബൈ ടാൻ 40 പ്ലസ് ടാൻ 65. ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ നേരിട്ട് ഇത് എഴുതിയാൽ മതി. അതൊരു ഫോർമുലയാണ് ശരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സൈഡ് ആദ്യം എഴുതുക. ഈ രൂപത്തിലെ ക്വസ്റ്റിനാണ് പറഞ്ഞത് കേട്ടോ. 6 ടാൻ 40 ഇൻറ്റു ടാൻ 65 ഡിവൈഡ് ബൈ ടാൻ 40 പ്ലസ് ടാൻ 65. നമ്മൾ എച്ച് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എച്ച് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ വിലകൾ ഇവിടെ
കൊടുത്താൽ മതി. 6 ഇൻറ്റു tan 40 എത്രയാണ്? tan 40 0.83 ഇൻറ്റു tan 65 2.14. Okay, divided by 0.83 plus 2.14. ഇനി എന്ത് ചെയ്യുക? ഇത് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 6ഉം 83 ആദ്യം ഗുണിക്കുക. 318 ഇഷ്ടം 1 6 8 48 49 ശരിയല്ലേ? 318 ഇഷ്ടം 1 6 8 49. ഇനി 214 കൊണ്ട് എന്ത് ചെയ്യുക? ഗുണിക്കുക. 4 8 32 3 36ഉം 39 4 16ഉം 19 2 16 2 18 19 ഇഷ്ടം 1 4 9 2 15 18 ആകുമ്പം 19 ഇഷ്ടം 1. ഓക്കെ, അപ്പോൾ ഇതാ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗുണിക്കുമ്പം പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഇവിടെ 2 അപ്പോൾ 4 വേണം. അപ്പോൾ ഇവിടെയാണ് ശരിക്ക് പോയിന്റ് വരിക. 1.19. ഒന്നുകൂടി ഗുണിച്ച് നോക്കാം. 83 ഇൻറ്റു 6 3 18 ഇഷ്ടം 1 6 8 49. പിന്നെ 214 കൊണ്ട് ഗുണിക്കുക. ഇവിടെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അതാണ് തെറ്റിയത്. നമ്മൾ 4 കൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല. 498. ഇനിയാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 16 ഇഷ്ടം 1 20 18 19 ഇഷ്ടം 1 9 2 17 ഇഷ്ടം 1 10 19 18 24 25 ഇഷ്ടം 2 11 15 16 ഇഷ്ടം 1. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ആയിരിക്കും വരിക 10.65. അവിടെ 4 പോയിൻ്റ് ഇല്ലേ സംഭവം? 4 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഗുണിച്ച് കഴിഞ്ഞാൽ 10.65 എന്ന് എഴുതിയാൽ മതി. നമ്മൾ 10.65 2 അപ്പോൾ 65 മതി കേട്ടോ. ബൈ അത് 2 എന്ത് ചെയ്യുക? അത് 2 കൂട്ടുക. അപ്പോൾ 2.97 എന്ന് കിട്ടും. ഇത് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഉണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. ഇനി എന്ത് ചെയ്യുക? 1065നെ 297 കൊണ്ട് അരിച്ച് നോക്കുക. അങ്ങനെ അരിച്ച് കഴിഞ്ഞാൽ 3.58 എന്ന് കിട്ടും കേട്ടോ. അരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 3.58. ഇനി നമുക്ക് ഏരിയ പരപ്പളവ് കാണാം. ഏരിയ എങ്ങനെ കാണുക? ഹാഫ് BH സമം ഹാഫ് ഇൻറ്റു ബി അറിയണത് 6 ആണ് പാദം. ഓക്കെ, ഇൻറ്റു H ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് 3.58. ഓക്കെ, ഈ 2ഉം 6ഉം വെട്ടിക്കഴിഞ്ഞാൽ 3 6ൻ്റെ ഹാഫ് 3. അപ്പോൾ 3ഉം 3.58ഉം എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അത് 2ഉം ഗുണിച്ച് നോക്കുക. ഗുണിച്ച് കഴിഞ്ഞാൽ 10.74 എന്ന് കിട്ടും. ഗുണിച്ച് നോക്കിയാൽ മതി. 10. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ് എന്ന ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അകലങ്ങളും ഉയരങ്ങളും. ഓക്കെ, അതാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയിൽ നമുക്ക് ദൂരെ നിന്ന് തന്നെ നമുക്ക് ചില വസ്തുക്കളുടെ ഉയരം, മരങ്ങളുടെ ഉയരം, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി മരത്തിൻ്റെ ഉയരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ണിൽ ഇപ്പോൾ ഇത് നമ്മളെ കണ്ണാണെങ്കിൽ
മരത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇവിടെയാണ് മരം നിൽക്കുന്നതെങ്കിൽ, മരത്തിൻ്റെ ടോപ്പ് ഇവിടെയാണെങ്കിൽ, നമ്മൾ കണ്ണ് ഇവിടെയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നു. ഈ ഒരു വര നമ്മളെ കണ്ണും മരത്തിൻ്റെ ഏറ്റവും ടോപ്പുമായിട്ടുള്ള ആ ഒരു വര, ആ വരയെ നമ്മൾ റൈസ്ഡ് വ്യൂ എന്നാ പറയുക. റൈസ്ഡ് വ്യൂ പറഞ്ഞാൽ ഉയർത്തിയ നോട്ടം. അതേപോലെ നമ്മൾ ഇങ്ങനെ നേരെയുള്ളൊരു നോട്ടമുണ്ട്, നേരെയുള്ള നോട്ടം. ഓക്കെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഭൂമിക്ക് പാരലായിട്ട് നോക്കുക. ഇതിനെയാണ് നേരെയുള്ള നോട്ടം അല്ലെങ്കിൽ സ്ട്രൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഉണ്ടാവുന്ന ഈ കോണിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ ഉയർത്തിയ, അത് മേൽക്കോൺ എന്ന് പറയും മലയാളത്തിൽ. മേൽക്കോൺ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ മേൽക്കോൺ ഉണ്ടാവണമെങ്കിൽ മുകളിലോട്ട് നോക്കണം. അപ്പോൾ ഇത്ര കൊടുക്കാറുള്ളൂ, മുകളിലോട്ട് നോക്കിയാൽ മേൽക്കോണാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ഉയരത്തിലാണ് നിൽക്കുന്നത്, താഴത്തൊരു വസ്തു കിടക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ നോട്ടത്തെ താഴ്ത്തിയ നോട്ടം എന്നാ പറയാം, ലോവേർഡ് വ്യൂ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കണ്ണ് നിൽക്കുന്നത്. കണ്ണ് നിൽക്കുമ്പോൾ നമുക്ക് നേരെയുള്ളൊരു നോട്ടമുണ്ട്, സ്ട്രൈറ്റ് വ്യൂ. ഓക്കെ, അപ്പം അങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് കീക്കോൺ എന്ന് പറയും. അപ്പം ഇത്രയേ ഉള്ളൂ. താഴോട്ട് നോക്കുമ്പോൾ കീക്കോണ്, മുകളിലോട്ട് നോക്കുമ്പോൾ മേൽക്കോണ്. അല്ല, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മുകളിലോട്ട് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ, താഴോട്ട് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഒന്നാമത്തത്, when the sun is at an elevation of 40 degree, the length of the shadow of a tree is 18 meters. What is the height of the tree? സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 18 മീറ്ററാണ്. മരത്തിൻ്റെ ഉയരം എത്ര? അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണത് ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ് എന്ന ഭാഗത്തുള്ള ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഒരു ട്രീ ഉണ്ട്. ഇതാണ് ട്രീ എന്ന് വിചാരിക്കുക. അതിന് നിഴലുണ്ട്, നിഴൽ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് വിചാരിക്കുക. ആ നിഴലിൻ്റെ നീളം 18 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ നിഴൽ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് സൂര്യൻ ഏകദേശം ഇവിടെ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? അവിടെ പറഞ്ഞാൽ അവിടെയാണ് ഈ കാണുക. അപ്പോൾ സൂര്യനെ കാണണമെങ്കിൽ ഇതൊക്കെ തണലാണ്. തണലത്ത് നിന്ന് നോക്കിയാൽ സൂര്യനെ കാണൂല. അപ്പോൾ ഇങ്ങേ തലക്ക് വരണം. നിഴൽ അവസാനിക്കുന്നിടത്ത് നിന്ന് എന്ത് ചെയ്യണം? സൂര്യനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലൂടെ ആയിരിക്കും നമുക്ക് സൂര്യനെ കാണാം. അപ്പോൾ ഈ എന്താണ് 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നതാണ്. കാരണം സൂര്യനെ കാണല് മേലേക്ക് നോക്കിയെങ്കിലല്ലേ കാണുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്നാണ് അയാൾ നോക്കുന്നത് മുകളിലോട്ട്. ഇതാണ് ഉയർത്തിയ നോട്ടം, ഇതാണ് നേരെയുള്ള നോട്ടം. അപ്പോൾ ഈ ഒരു കോണാണ് 40 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് മരത്തിൻ്റെ ഉയരമാണ്, ഹൈറ്റ് ഓഫ് ദി ട്രീ. അപ്പോൾ അതിന് ABC എന്ന് കൊടുത്തു. മരത്തിൻ്റെ ഉയര കാണണ്ടേ, അപ്പോൾ ABC എന്ന് കൊടുത്തു. ഇനി ഞാൻ tan 40 കാണാണ്. ടാൻ കാണുന്നത് എതിർവശം ബൈ സമീപവശമാണ്. tan 40 0.83 ആണ്. എതിർവശം പറയുന്നത് BC, സമീപവശം പറയുന്നത് 18. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. BC ഈക്വൽ ടു 18 ഇൻറ്റു 0.83. ഇത് രണ്ടും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14.94 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും BC ആണ് ഇപ്പോൾ കിട്ടിയത്. BC അറിയണത് ട്രീൻ്റെ ഹൈറ്റ് ആണ്. അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ട്രീ എത്രയാണ്?
14.94 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, when the sun is at an elevation of 35 degree. അപ്പോൾ ഈ 40 മാറിയിട്ട് അവിടെ 35 എന്നാവും. ഓക്കെ, the shadow of a tree is 10 meter. അപ്പോൾ ഈ 18 മാറിയിട്ട് 10 ആവും. ഓക്കെ, അപ്പോൾ അത് തന്നിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദി ഷാഡോ ഓഫ് ദി സെയിം ട്രീ. ഈ ട്രീയുടെ തന്നെ നിഴലിൻ്റെ നീളം എത്രയായിരിക്കും when the sun is at an elevation of 25 degree. ഇപ്പോൾ 35 ഉണ്ടാകുമ്പോൾ നിഴലിൻ്റെ നീളം 10 മീറ്ററാണ്. അപ്പോൾ ഇത് 25 ആണെങ്കിൽ നിഴലിൻ്റെ നീളം എത്രയായിരിക്കും എന്നാ ചോദ്യം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ട്രീൻ്റെ ഹൈറ്റ് ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് tan 35 ഈക്വൽ ടു എതിർവശം ബൈ സമയവശം. tan 35ൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. tan 35 0.7 വരെ 0.7 ഈക്വൽ ടു 35ൻ്റെ ഓപ്പോസിറ്റ് പറയുന്നത് BC ബൈ സമീപവശം 10 ആണ്. അപ്പം നമ്മൾ BC ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × BC ഈക്വൽ ടു 10 × 0.7. അപ്പോൾ 7 മീറ്റർ ആണ് BC 7 മീറ്റർ ആണ്. ട്രീൻ്റെ ഹൈറ്റാണ് 7 മീറ്റർ. അപ്പോൾ ഞാനിവിടെ നിന്ന് മാറ്റി വരക്കുകയാണത്. ഈ ട്രീൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമുക്കറിയാം, ട്രീൻ്റെ ഹൈറ്റ് 7 മീറ്ററാണ്. ഓക്കെ, ABC തന്നെ ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഈ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എത്രയാണ് മാറ്റാൻ പറഞ്ഞത്? അത് 25 ആക്കാൻ പറഞ്ഞു. 25. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഷാഡോൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 65 അല്ലേ? അതെന്തിനാ ആ ആംഗിൾ ഞാൻ കണ്ട്? നമുക്ക് ഈ നിഴലിൻ്റെ നീളല്ലേ കാണണ്ടേ? ഇത് 65ൻ്റെ എതിർവശമല്ലേ? അപ്പം എതിർവശമാക്കി ചെയ്യാതിരിക്കുക എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം tan 65 ഞാൻ കാണാൻ പോകുന്നത്. എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു tan 65ൻ്റെ വാല്യൂ കാണാം. tan 65 2.14 ആണ്. ഈക്വൽ ടു എതിർവശം 65ൻ്റെ എതിർവശം പറയുന്നത് AB ആണ്. AB ബൈ സമീപവശം എന്ന് പറയുന്നത് 7. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × AB ഈസ് AB ഈക്വൽ ടു 7 × 2.14. ഇനി 214നെ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 28 2 7 9 14. അപ്പോൾ 14 പോയിൻ്റ് ഇവിടെ ഒരു പോയിൻ്റ് 14.98. ഇതായിരിക്കും ഷാഡോയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. 14 പോയിൻ്റ് എത്ര വരിക? 98. 14.98 ആയിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ, നമ്മൾ ഗുണിച്ച് തെറ്റിയില്ലല്ലോ. 214 4 28 2 2 9 14 ശരിയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം, ഫ്രം ദി ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 wires are stretched to either side and fixed to the ground 25 meters apart. 2 wires make angles 55 degree and 40 degree with the ground. What is the height of the post? ഓക്കെ, ഒരു വൈദ്യുതി തൂണിൻ്റെ മുകളറ്റത്ത് നിന്ന് 2 ഇരുമ്പ് കമ്പികൾ ഇരുദിശകളിലേക്കും തറയിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. കമ്പികളുടെ ചുവടുകൾ തറയുമായിട്ടുണ്ടാക്കുന്ന കോണുകൾ 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ്. കൂടാതെ കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്ററും. തൂണിൻ്റെ ഉയരം എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ചോദ്യം.
ഒരു ഇലക്ട്രിക് പോസ്റ്റ്, മൂന്നാമത്തെ ചോദ്യമാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ് എന്ന് വിചാരിക്കുക. അതിൻ്റെ ടോപ്പിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ കമ്പികൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക, അവിടെയാണ് പിടിച്ച് വലിച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പിയുടെ രണ്ടറ്റങ്ങളും ഭൂമിയിൽ ഉണ്ടാക്കുന്ന കോണുകൾ, ഇതാണ് കമ്പി. അപ്പോൾ അത് ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്. അത് 55 ഡിഗ്രിയും പിന്നെ 40 ഡിഗ്രിയുമാണ്. ഇനി കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്ററും, അതായത് ഈ ഒരു അകലം 25 മീറ്ററുമാണ്. അങ്ങനെയെങ്കിൽ ഈ പോസ്റ്റിൻ്റെ ഹൈറ്റാണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഹൈറ്റ് കണ്ടെത്താൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? ആദ്യം ഈ 25 എഴുതുക, എന്നിട്ട് ഇൻറ്റു പിന്നെന്താ എഴുതുക, ടാൻ 55 ഇൻറ്റു ടാൻ 40 ഡിവൈഡഡ് ബൈ ടാൻ 55 പ്ലസ് ടാൻ 40 സമം 25 ഇൻറ്റു ടാൻ 55ൻ്റെ വില നമ്മൾ കണ്ടെത്തണം. ടാൻ 55, ടാൻ 55 1.42 ഇൻറ്റു ടാൻ 40 0.83 ഡിവൈഡഡ് ബൈ ടാൻ 40 0.83 ആണ്. ഓക്കെ, അപ്പോൾ ടാൻ 55 1.42 പ്ലസ് 0.83 ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യുക, ഇത് 3 എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യൽ? ആദ്യം 25ഉം 142ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും 83 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 25ഉം 142ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3550 കിട്ടും. ആ 3550നെ വീണ്ടും എന്ത് ചെയ്യുക, 83 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതായിരിക്കും കിട്ടുക, 29 46 50. പക്ഷെ പോയിന്റ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഉത്തരത്തിൽ 4 വേണം. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും വരിക പോയിന്റ് ആയിട്ട് 2 മതി നമുക്ക്. അപ്പോൾ ഇതാണ് ഒഴിവാക്കുക തൽക്കാലം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന ഈ 2 എന്ത് ചെയ്യുക, കൂട്ടുക. ഏതൊക്കെ കൂട്ടണ്ടേ? 1.42 പിന്നെ 0.83 അത് രണ്ടും കൂട്ടുക. അപ്പോൾ 2.25 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ. അതുകൊണ്ട് ആ പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ മതി. ഇനി ഇങ്ങനെ എന്ത് ചെയ്യണം, 2946നെ 2946നെ എത്ര കൊണ്ടായിരിക്കണം? 225 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടുക? 13.09. ഇത്രയും മീറ്റർ ആയിരിക്കും. എച്ച് ആണ് കണ്ട്. എച്ച് എന്നാൽ ഈ പോസ്റ്റിൻ്റെ ഉയരം 13.9 മീറ്റർ ഉണ്ടാവും. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യം ഇതാണ്. 1.5 meter tall boy saw the top of a building under construction at an elevation of 30 degree. The completed building was 10 meters higher and the boy saw its top
at an elevation of 60 degree from the same post. What is the height of the building? പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി 30 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ കൂടി ഉയർത്തി കെട്ടിടം പണി തീർത്തപ്പോൾ അയാൾ അതേ സ്ഥാനത്ത് നിന്ന് 60 ഡിഗ്രി മേൽക്കോണിലാണ് മുകൾ ഭാഗം കണ്ടത്. കെട്ടിടത്തിൻ്റെ ഉയരം എത്രയാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതാണ് കെട്ടിടം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ പണിത് തീർന്നിട്ടില്ല. ഓക്കെ, പണി ഇത് കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അപ്പോൾ 1 ടോപ്പ് ഓഫ് ഇടാണ്ട് കൺസ്ട്രക്ഷൻ ആംഗിൾ ഓഫ്. ഓക്കെ, അപ്പോൾ ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ ഹൈറ്റ് 1.5 അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുട്ടി കാണണം. ഈ ബിൽഡിങ്ങിൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ. മുകൾ ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആംഗിളിലാണ് കാണുക? എത്രയാണ് കാണുന്നത്? 30 ഡിഗ്രി മേൽക്കോണിലാണ് കാണുക. 30 ഡിഗ്രി മേൽക്കോണിൽ. ഇനി എന്ത് ചെയ്തു? ഈ ഒരു ബിൽഡിങ് 10 മീറ്ററും കൂടി ഉയർത്തി. എന്നിട്ട് അതേ സ്ഥലത്ത് നിന്ന് കുട്ടി എന്ത് ചെയ്യുന്നു? ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് നോക്കി. അങ്ങനെ നോക്കുമ്പം 60 ഡിഗ്രി മേൽക്കോളിലാണ് കണ്ട്. അതായത് ഈ ടോട്ടൽ ആംഗിളാണ്. അതായത് ഇതാണ് ഉയർത്തിയ നോട്ടം, ഇതാണ് നേരെയുള്ള നോട്ടം. അപ്പോൾ ഈ ആംഗിളാണ് ശരിക്കും 60 പറയുന്നത്. ഇത് ടോട്ടൽ 60. ഇത് 30 ആയതുകൊണ്ട് ഇത് 30 ആവില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇതൊന്ന് വായിച്ചതാണ്. ഇത് ടോട്ടൽ എത്രയാണ്? 60. ഇത് മാത്രം 30. ഓക്കെ, ഇനി ഈ കോൺ ഇവിടെ 90 ആയതുകൊണ്ട് ഇത് 60 ആയിരിക്കും. 30, 60, 90, 90, 150. ഇനി ഇത് 120 ആയിരിക്കും. അതെന്തേ? ഇത് രണ്ട് കൂട്ടിയാൽ 150 ആവണ്ടേ? ഇപ്പം ഈ ഒരു ത്രികോണത്തിൽ ഇത് 120, ഇത് 30. അപ്പോൾ 150 ആയി. 150 ആണെങ്കിൽ ബാക്കി ഒരു 30 കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ത്രികോണത്തിൽ 2 കോണുകൾ തുല്യമുണ്ട്. അപ്പോൾ 2 സൈഡുകളും തുല്യമായിരിക്കും. ഏതൊക്കെ സൈഡുകളാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ ഇത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത് 1.5 ആയതുകൊണ്ട് ഇത് 1.5. നമുക്ക് ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ ഉയരം എത്രയാണെന്ന് കണ്ട്. കെട്ടിടം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇതുവരെ ഉണ്ട്. ഇതാണ് കെട്ടിടം. അപ്പോൾ ഇത് നമുക്കറിയാം 10 ആണ്. ഇത് വന്നു. അപ്പോൾ ഇത് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, അതിന് ഇവിടെ AB എന്ന് ഞാൻ കൊടുത്താൽ ഓക്കെ ABC ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് കാണേണ്ടത്, ഇതാണ് അറിയാം. ഇത് കർണല്ലേ? എതിർവശം കാണണം, കർണം അറിയും ചെയ്യാം. അതുകൊണ്ട് എതിർവശം കാരണം വരുന്നത് സൈൻ അല്ലേ? അതുകൊണ്ട് സൈൻ എത്ര കാണുക? 30 കാണാം. സൈൻ 30 കാണാം. അല്ലെങ്കിൽ സൈനൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ. എന്താ? ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 30, 60, 90 ആണെങ്കിൽ 90ൻ്റെ എതിർവശം എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും 30ൻ്റെ എതിർവശം. പഠിച്ചില്ലേ? ഇപ്പം കിട്ടിക്കഴിഞ്ഞു. ഈ സൈൻ വെച്ച് ഉപയോഗിച്ചാൽ ചെയ്താൽ അങ്ങനെ തന്നെ കിട്ടും. ഇപ്പം നോക്കൂ, കെട്ടിടത്തിൻ്റെ ഉയരം നമുക്ക് കിട്ടി. കെട്ടിടത്തിൻ്റെ ഉയരം എത്രയാ? 10, 5, 15, 15, 16.5 മീറ്ററാണ്. അതാണ് 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 5ാമത്തെ ചോദ്യം. 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. Climbing to the top of the tower, he sees it at an elevation of 50 degree. Calculate the heights of the tower and the hill. Okay. ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു.
ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുന്നിൻ്റെയും ഗോപുരത്തിൻ്റെയും ഉയരം കണക്കാക്കുക. ഓക്കെ, അപ്പോൾ 5ാമത്തെ ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഒരു ഗോപുരം പറഞ്ഞാൽ ടവർ, ഒരു ടവർ. അപ്പോൾ ഈ ഗോപുരത്തിൻ്റെ താഴെ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ ഹൈറ്റ് 1.75 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ആ കുന്നിലേക്ക്, ഹില്ലിലേക്ക് നോക്കുമ്പോൾ മേൽക്കോണിലാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും കുന്ന് മുകളിലാണ്. പിന്നെ ഈ ടവറിൻ്റെ മുകളിൽ കയറിയപ്പോഴും മേൽക്കോണിലാണ്. അതിൻ്റെ മീനിങ് കുന്ന് നല്ല വലുപ്പമുണ്ട് എന്നുള്ളതാണ്, നല്ല ഉയരമുണ്ട്. അപ്പോൾ കുന്ന് കുറച്ച് ഉയരം കൂട്ടി വരക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഭാഗമാണ് ടവർ എന്ന് പറയുന്നത്. അതേപോലെ ഇത്രയും ഭാഗമാണ് ഹിൽ അല്ലെങ്കിൽ കുന്ന് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്നാണ് ഈ കുന്നിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഉയർത്തിയ നോട്ടം, ഇതാണ് നേർക്കാഴ്ച എന്ന് പറയുന്നത്. ആ കോണ് എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഇനി 40 മീറ്റർ അകലെയുള്ള കുന്നാണ് ഏത്? ഈ ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 40 മീറ്റർ അകലത്തിലാണ് അത് കിടക്കുന്നത്. അപ്പം ഇത് 40ആണ്. അപ്പം ഇതും 40 തന്നെയായിരിക്കും. 40 മീറ്റർ അകലത്തിലാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്തു? ഇയാൾ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി. ഗോപുരം ഇത്ര വരുള്ളൂ. മുകളിൽ കയറുമ്പോൾ ഇവിടെ എത്തും. ഇതിൻ്റെ ഹൈറ്റ് 1.75 ആണ്. ഇനി ഇവിടെ നിന്നാണ് കുന്നിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ നേർക്കാഴ്ച. ഈ കോണ് എത്രയാ? 50 ഡിഗ്രിയിലാണ് കാണുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ആൻഡ് ഹിൽ. അങ്ങനെയാണെങ്കിൽ ഈ കുന്നിൻ്റെ ഉയരം കാണണം, ടവറിൻ്റെ ഉയരം. ടവർ ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചില പേരുകൾ കൊടുക്കുക. ഇവിടെ ABCD EFGH, ഇവിടെ H ആയിക്കോട്ടെ. ഓക്കെ, ഇവിടുന്ന് നമുക്കിങ്ങനെ വേണമെങ്കിൽ ഒരു വര വരക്കാം. അപ്പോൾ ഇത് 1.75 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെ കാണാം? ആദ്യം നമുക്ക് tan 40 കാണാം. tan 40 കാണുമ്പോൾ എതിർവശം ബൈ സമീപവശമാണ്. ഇപ്പം tan 40 0.83 40ൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ CF ആണ്. ഇത് നമുക്കറിയാം 1.75 ആണ്. അപ്പോൾ 40ൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ CF ആണ്. CF ഡിവൈഡഡ് ബൈ സമീപവശം. സമീപവശം പറയുമ്പം ഇതല്ലേ. ഇപ്പോൾ 40 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. CF ഈക്വൽ ടു 40 ഇൻറ്റു 0.83. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ആ 40യും 0.83യും മൾട്ടിപ്ലൈ ചെയ്യാം. അതിനെന്ത് ചെയ്യണം? അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 40 ഇൻറ്റു 0.83. 40 ഇൻറ്റു 0.83 എത്ര കിട്ടുക? 33.2 എന്നാണ് കിട്ടുക. ഗുണിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ CF നമുക്ക് കിട്ടി. CF പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഈ CF കിട്ടിയാൽ അതിൻ്റെ കൂടെ 1.75 കൂടി കൂട്ടിയാൽ എന്തായി?
ആ ഹില്ലിൻ്റെ ഹൈറ്റ് അതിൽ. ഓക്കെ, അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ഹിൽ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ബി സി പ്ലസ് സി എഫ് ആണ്. ഹില്ല് ഇത് കംപ്ലീറ്റ് ഉണ്ട്, അപ്പോൾ ബി സിയും പിന്നെ സി എഫും കൂട്ടിയാൽ മതി. ബി സി അറിയണത് 1.75, സി എഫ് എത്രയാ 33.2. അത് രണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യുക. 33.2ക്ക് 1.75 എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പോൾ 34. എന്ത് കിട്ടും, 95 മീറ്റർ. ഇതാണ് ആ ഹില്ലിൻ്റെ ഹൈറ്റ് അറിയണം. ഇനി നമുക്ക് ഈ ടവറിൻ്റെ ഹൈറ്റും കൂടി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ tan 50 കാണുന്നു. അപ്പോൾ എതിർവശം ബൈ സമീപവശമാണ്. അപ്പം tan 50യുടെ വാല്യൂ നമ്മൾ കാണണം. എത്ര tan 50? tan 50 കണ്ടാൽ 1.19. 1.19. ഇപ്പോൾ 50യുടെ ഓപ്പോസിറ്റ് അറിയണ ഇ എഫ് ആ ബൈ ഇത് 40 ആണ്. അപ്പോൾ ഇതൊക്കെ 40 തന്നെ ആയിരിക്കും, അപ്പോൾ ഇതും 40 തന്നെയാണ്. അതുകൊണ്ട് ബൈ 40. അപ്പോൾ ഇ എഫ് കിട്ടാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 40 × 1.19 ചെയ്താൽ മതി. 40യും 1.9 എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 40 × 1.19. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ 47.6 എന്ന് കിട്ടും. അപ്പോൾ ഈ 47.6 പറഞ്ഞ ഈ ഇ എഫ് ആ. അപ്പോൾ നോക്കൂ, ടവർ പറഞ്ഞ ഇവിടെ തൊട്ട് ഇതുവരെയാ, അതായത് ഇപ്പം ഞാൻ വരക്കുന്ന ഭാഗം, ഇത്രയും ഭാഗമാണ് ടവറിൻ്റെ ഹൈറ്റ് അറിയണത്. അപ്പം ഹില്ലിൻ്റെ ഹൈറ്റിൽ നിന്ന് ഇത് രണ്ടും ഒഴിവാക്കിയാൽ പോരെ. അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ടവർ കിട്ടാൻ എന്ത് ചെയ്യണം, ഹില്ലിൻ്റെ ഹൈറ്റ് എത്രയാ 34.95 ആണ്. അതിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? ഓക്കെ, ഇത്രയല്ലേ ടവറുള്ളൂ ഇവിടെ തൊട്ട് ഇതുവരെ, അതായത് ഇവിടെ തൊട്ട് ഇതുവരെ ഈ ഒരു വര വരച്ച്. അപ്പോൾ ഇത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ എഴുതണം അത് രണ്ടും. 1.75 പ്ലസ് 47.6. ഓക്കെ, ഇനി ആ 1.75ഉം 47.76 എന്ത് ചെയ്യുക, കൂട്ടുക. അപ്പോൾ 49.95 എന്ന് കിട്ടും. 49.95 അതെന്ത് ചെയ്യണം, So 34.95. ഇവിടെ എന്തോന്ന് തെറ്റിയിട്ടുണ്ടല്ലോ. ഇ എഫ് എങ്ങനെ 47.6 ആകും? tan 50. ഓക്കെ, അപ്പോൾ അത് പ്രശ്നമല്ല. കാരണം ഇവിടെ നമ്മൾ കോൺ എടുത്തപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോൾ ഇവിടെ തെറ്റിപ്പോയതാണ്. ഇവിടെ 60 ഡിഗ്രി ആണുള്ളത്. അപ്പോൾ 40 ഉള്ളിടത്തൊക്കെ 60 ആക്കണം. അപ്പോൾ tan 60. അപ്പോൾ ഇത് 1.73 എന്നാണ് വരിക ബൈ 1. അപ്പോൾ 40 × 1.73. ഓക്കെ, അപ്പോൾ ഞാൻ അത് രണ്ടുമാണ് ഗുണിക്കേണ്ടത്. ഏത് 40 ×
1.73. എത്ര കിട്ടുക? 69.2. 69.2. അപ്പം അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഹില്ല് BC പ്ലസ് ഇപ്പോൾ CF കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഹില്ല് കിട്ടാൻ BCയും CFും കൂട്ടുക. അപ്പോൾ ഇവിടെ CF പറയുന്നത് 69.2 ആണ്. അപ്പോൾ അത് രണ്ട് കൂട്ടണം. ഇനി 69.2ഉം 1.75 കൂട്ടിക്കഴിഞ്ഞാൽ 70.95 എന്ന് കിട്ടും. ഓക്കെ, ആ 60 തെറ്റിയതായിരുന്നു. അപ്പം അത് പിന്നെ ഹൈറ്റ് ഓഫ് ദി ഹില്ല് 70. ഇനി ടാൻ 50 കാണാം. നമുക്ക് ടാൻ 50 കണ്ടു. അപ്പോൾ ഇവിടെ തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ EF നമുക്ക് 47.6 തന്നെ കിട്ടണത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ കിട്ടാൻ എന്ത് ചെയ്യണം? ഹില്ലിൻ്റെ ടവറിന്ന് ഇത് രണ്ടും ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഹില്ലിൻ്റെ ഹൈറ്റ് അറിയണത് 70.95 ആണ്. അതിൽ നിന്ന് ഏതൊക്കെ ഒഴിവാക്കണം? ഇതും ഒഴിവാക്കണം, ഇതും ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുമ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ട് കൂട്ടുക. ഏതൊക്കെ? 1.75ഉം 47.6. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറക്കണം കേട്ടോ. അത് കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറക്കുമ്പോൾ എന്താ കിട്ടുക? ഏതാ കുറക്കണ്ടേ? 70.95 കുറക്കണം. അപ്പോൾ എത്ര കിട്ടുക? 21.6. അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദി ടവർ നമുക്ക് കിട്ടുക 21.6 മീറ്ററാണ് കിട്ടുക. ഇനി ആ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യം, ആറാമത്തെ ചോദ്യം ഇതാണ്. A man 1.8 meter tall standing at the top of a telephone tower. So the top of a 10 meter high building at a depression of 40 degree and the base of the building at a depression of 60 degree. What is the height of the tower and how far is it from the building? Okay, അതാണ് 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ ഒരു ടെലിഫോൺ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 10 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളായിട്ട് 40 ഡിഗ്രി കീഴ്ക്കോണിലും അതിൻ്റെ ചുവട് 60 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. ടവറിൻ്റെ ഉയരം എത്രയാണ്? അത് കെട്ടിടത്തിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ, ആറാമത്തെ ചോദ്യമാണ്. 1.8 മീറ്റർ ഉയരമുള്ള ഒരാൾ അതെന്ത് ചെയ്യുന്നു? ഒരു ടെലിഫോൺ ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ഇതാണ് ടെലിഫോൺ ടവർ എന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിലാണ് അയാളുള്ളത്. അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.8 ആണ്. എവിടേക്കാണ് നോക്കുന്നത്? സോ ദ ടോപ്പ് ഓഫ് എ 10 മീറ്റർ ഹൈ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടാണ് നോക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 10 മീറ്റർ ആണ്. ഇതാണ് തറ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഇതാണ് ലോവേർഡ് വ്യൂ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോണിലാണ് കാണുന്നത്. എത്ര ഡിഗ്രി കീഴ്ക്കോണിലാണ്? ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ 10 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളറ്റം 40 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. അപ്പോൾ 40 ഡിഗ്രിയിലാണ് കാണുന്നത്. അപ്പം ശരിക്ക് ഇങ്ങനെ ഇതാണ് നേർക്കാഴ്ച, ഇതാണ് താഴോട്ടുള്ള നോട്ടം. അപ്പോൾ ഈ കോണാണ് 40 ഡിഗ്രി. എന്നാൽ ഇത് നമ്മളിങ്ങനെ വരച്ചില്ലേ, അവിടെ നിന്ന്
ഇങ്ങോട്ട് വരച്ചാൽ കിട്ടുന്ന ഈ കോണും 40 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം ഇത് രണ്ടും പാരലാണ്, സമാന്തരമാണ്. സമാന്തരമാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഈ കോൺ എത്രയായിരുന്നോ അത് തന്നെ ആയിരിക്കും ഇതും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി എന്ത് ചെയ്യുന്നു? അയാൾ ഈ കെട്ടിടത്തിൻ്റെ താഴെ ഭാഗത്തോട്ട് നോക്കുന്നു. ഇങ്ങനെ. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മൾ എന്താ ചെയ്ത്? ഇവിടേക്ക് ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ 40 ഡിഗ്രി കിട്ടി. അതേപോലെ ഇതും അങ്ങനെ ചെയ്തൂടെ? ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരച്ചു, എന്നിട്ട് ഇങ്ങോട്ട് വരച്ചു. അപ്പം ഈ കോണാണ് എന്ത്? 60 ഡിഗ്രിയിൽ കാണുന്നത്. ഒന്ന് ആദ്യത്തെ 40ഉം പിന്നെ 60ഉം കേട്ടോ. അതിൻ്റെ ചുവട് 60 ഡിഗ്രി കീഴ്ക്കോണില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വര ശരിക്ക് ഇതാണ് താഴോട്ടുള്ള നോട്ടം, ഇതാണ് നേരെയുള്ള നോട്ടം. ഇവ തമ്മിലുള്ള ആംഗിളാണ് ശരിക്കും 60 പറയുന്നത്. പക്ഷെ അതിന് പകരം ഏത് എഴുതിയാൽ മതി? ഈ ഒരു ഭാഗം എഴുതി. അപ്പം ഈ ഭാഗം വരക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരക്കുക 40, കെട്ടിടത്തിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരക്കുക 60. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ABCD എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം tan 60 കാണാം. tan 60 എങ്ങനെ കാണുള്ളത്? എതിർവശം ബൈ സമീപവശം. tan 60യുടെ വാല്യൂ 1.73. 60യുടെ ഓപ്പോസിറ്റ് പറയുന്നത് AE ആണ്. AE ബൈ സമീപവശം പറയണത് ഇതാണ് AB. അപ്പോൾ ഈ AB നമുക്ക് അറിയില്ല. അപ്പോൾ AB എന്ന് ഞാനിവിടെ കൊടുത്തു. ഇത് അതിന് പകരം അല്ലെങ്കിൽ X എന്ന് കൊടുക്കുക. ഇത് X ആണെങ്കിൽ ഇത് X തന്നെ ആയിരിക്കും. അപ്പോൾ AE ബൈ X എന്ന് കൊടുക്കുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, AE ഈക്വൽ ടു X ഇൻറ്റു 1.73 എന്ന് കിട്ടി AE. ഇനി ഇതേപോലെ tan 40 കാണാം. tan 40 കാണുമ്പോഴും എതിർവശം ബൈ സമീപവശം. ഇപ്പം tan 40 0.83 ആണ്. എതിർവശം എന്ന് പറയുമ്പോൾ 14ൻ്റെ എതിർവശം DE ഡിവൈഡഡ് ബൈ സമീപവശം X തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു D ഈക്വൽ ടു X ഇൻറ്റു 0.83. 1.73 ഇൻറ്റു X പറയുമ്പോൾ 1.73X ആണ്. അതേപോലെ ഇത് 0.3X ആണ്. ഓക്കെ, ഇനി AEയിൽ നിന്ന് DE മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 10 ആയതുകൊണ്ട് ഇതും 10 തന്നെയായിരിക്കും. അപ്പം AEയിൽ നിന്ന് DE ഒഴിവാക്കിയാൽ ബാക്കി 10 ഉണ്ടാവുക. അപ്പോൾ ഈക്വൽ ടു 10. ഇനി AE എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് 1.73X ആണ്. മൈനസ് D ഇവിടെ ഉണ്ട് 0.83X ആണ്. ഈക്വൽ ടു 10. ഇനി എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഇത് കുറക്കുക. 1.73ൽ നിന്ന് 0.83 കുറച്ചാൽ 0.9 ആയിരിക്കും. 0.9X ഈക്വൽ ടു 10. ദെൻ X കിട്ടാൻ 10നെ 0.9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പോയിൻ്റ് ഒഴിവാക്കണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം മുകളിൽ 100ഉം താഴെ 9ഉം വരും. ഓക്കെ, 100ന് എന്ത് ചെയ്യുക? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു എത്ര വരിക?
11.1 എന്നാണ് വരിക. അപ്പം നമുക്ക് കാണേണ്ടത് ഈ പിന്നെ എന്തിൻ്റെ ഹൈറ്റാണ്? ഹൈറ്റ് ഓഫ് ദി ടവർ. അതേപോലെ ഹൗ ഫാർ ഈസ് ഇറ്റ് ഫ്രം ദി ബിൽഡിംഗ്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ടവറിൽ നിന്ന് ഈ ഒരു ബിൽഡിങ്ങിലേക്കുള്ള അകലം, ഈ എക്സ് കാണണം. ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഉത്തരമായി. അപ്പോൾ ഈ ടവറിൽ നിന്ന് കെട്ടിടത്തിൽ നിന്നുള്ള അകലം, ഓക്കെ, കെട്ടിടത്തിൽ നിന്നുള്ള അകലം എത്രയാ? 11.1 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമായി. ഇനി ഒരു ഉത്തരം കൂടി ഉണ്ട്. അതെന്താ? ഹൈറ്റ് ഓഫ് ദി ടവർ. ടവറിൻ്റെ ഹൈറ്റ് കണ്ടെത്തണം. ടവറിൻ്റെ ഹൈറ്റ് കണ്ടെത്താൻ ഇത് മാത്രം കിട്ടിയാൽ മതി നമുക്ക്, ഓക്കെ. അല്ലെങ്കിൽ ഡി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എ കിട്ടിയാൽ മതി. എ കിട്ടിയിട്ട് ഈ 1.8 അവിടുന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം എ കണ്ടെത്താം. എ എത്രയാ നോക്കാം. എ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എ? 1.73x ഈക്വൽ ടു 1.73 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 11.1 ആണ്. അത് രണ്ടും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, ഓക്കെ. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1.73നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 11.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 19.20 എന്നാ. അപ്പോൾ 2 മതി. അപ്പോൾ എ കിട്ടി. എ അല്ല ആ ഒരു ടവറിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ടവറിൻ്റെ ഉയരമാണ് കാണേണ്ടത്, ഓക്കെ. 19.2 അല്ല, കാരണം ഇതുവരെ ഉള്ളൂ ടവർ. ഇയറിന് ഇവിടെ തൊട്ട് ഇതുവരെ ഉണ്ട്. അപ്പോൾ ഈ 1.8 ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് 19.2ൽ നിന്ന് എന്ത് ഒഴിവാക്കണം? 1.8 ഒഴിവാക്കണം. അപ്പോൾ എത്ര കിട്ടുക? 17.4 മീറ്റർ. ഓക്കെ. അപ്പോൾ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു.